പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു ദാനിയേൽ എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ കർത്താവിനോട് പറയാണ്, കർത്താവേ, നീ എന്നെ ഓർത്തിരുന്നല്ലോ. സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവൻ നന്ദിയല്ല പറഞ്ഞത്, കർത്താവേ, നീ എന്നെ ഓർത്തിരുന്നല്ലോ, എന്നെ ഓർത്തല്ലോ എന്നാണ് പറഞ്ഞത്. നോക്കിയേ, അതായിരിക്കണം നമ്മുടെയും കുടുംബജീവിതത്തിലെ പ്രാർത്ഥന. നമുക്ക് ആ വചനം ശ്രമിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം 37-38 തിരുവചനം. വചനം ശ്രമിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദാനിയേൽ, ദൈവം നിന്നെ എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ഹബക്കൂക്ക് പ്രവാചകന് ഭക്ഷണം കൊണ്ടുപോയി സിംഹക്കുഴി കിടക്കുന്ന ദാനിയേലിന് കൊടുത്തപ്പോൾ ദാനിയേലിനെ വിളിക്കുകയാണ് ഹബക്കൂക്ക് പ്രവാചകൻ, ദാനിയേൽ, ഭക്ഷണം കഴിച്ചാലും. അവൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ എന്നാണ് ദാനിയേൽ പറയുന്നത്. 38-ാം വചനം. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഓർത്തിരിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. കർത്താവേ, നീ എന്നെ ഓർത്തിരുന്നല്ലോ. നമ്മളുടെ ഏതൊരു പ്രാർത്ഥനയായാലും ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോവില്ല. ഇന്നില്ലെങ്കിൽ നാളെ കർത്താവ് അതിനെ പ്രതിഫലം തരും. പിതാവിൻ്റെ പുത്രനായ യേശുവേ, ഈ ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ച പോലെ ഓരോ കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ അവരുടെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാ കുടുംബങ്ങളെയും യേശു അപ്പച്ചൻ്റെ വചനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.